ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിച്ചിട്ട് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരും. ഹബക്കൂക്ക് 2:3-4. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാന്റെ ജീവിതത്തിൽ അവന്റെ ദർശനത്തിന് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്, ഒരു അവധി, ഒരു ഡേറ്റ് ഉണ്ട്. അവൻ കണ്ട ദർശനം, നീതിയോടെ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ആ നീതിമാൻ, അവൻ കണ്ട ദൈവം അവനെ കാണിച്ച ആ ദർശനം പൂർത്തീകരിക്കാൻ ഒരവധി ദൈവം വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ആ ഡേറ്റിലേക്ക്, ആ സമയത്തിലേക്ക് വരുവാൻ ആ സമയം തന്നെ ബന്ധപ്പെടുകയാണ്. സമയത്തിന്റെ താല്പര്യം എങ്ങനെയെങ്കിലും ദൈവം വെച്ചിരിക്കുന്ന ആ സമയത്തിലേക്ക് ഒന്ന് ഓടിയെത്തണം. അതിനുവേണ്ടി സമയം ഇങ്ങനെ ഓടുകയാണ്. എന്താണ്? ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, ആ കാര്യം ചെയ്തു തീർക്കാനാണ് സമയം ബന്ധപ്പെടുന്നത്. നീതിമാന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആ ഡേറ്റിലേക്കൊന്ന് ഓടിയെത്താൻ സമയം കടന്ന് ബന്ധപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സെക്കൻഡ് സൂചിയും മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും കടന്ന് ഇങ്ങനെ കറങ്ങുന്നത്. എന്താണ്? ദൈവം പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്ന് കറങ്ങി 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 എത്തിച്ചേരണം. സമയം എന്തോ കാര്യം ചെയ്യാൻ ബന്ധപ്പെടുകയാണ്. എന്താണ്? ദൈവം തന്ന ദർശനമുണ്ടല്ലോ, ദർശനം. ദൈവം ഒരു കാര്യം കാണിച്ചിട്ടുണ്ട്. നീതിമാനെ ദൈവം ഒരു കാര്യം കാണിച്ചു. ദൈവം കാണിച്ച ആ കാര്യത്തിലേക്ക് നീതിമാനെ എത്തിക്കുക എന്നുള്ളതാണ് സമയത്തിന്റെ ജോലി. എന്താണ്? നീതിമാൻ കണ്ട ദർശനത്തിലേക്ക് നീതിമാനെ എത്തിക്കുന്നതാണ് സമയത്തിന്റെ ജോലി. അതിനുവേണ്ടി സമയം കടന്ന് ബന്ധപ്പെടുകയാണ്. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് അതിന്റെ സമപൂർത്തീകരണത്തിലേക്ക്, ആ ഡേറ്റിലേക്ക് വരുവാൻ കടന്ന് ബന്ധപ്പെടുകയാണ്. അടുത്തത്, സമയം തെറ്റുകയുമില്ല. സമയം ഒരിക്കലും ഒരു സെക്കൻഡ് പോലും മാറുകയില്ല. നീതിമാൻ കണ്ട ദർശനം അതിന്റെ പൂർണ്ണതയിൽ, നീതിമാന് ദൈവം കൊടുത്ത വാഗ്ദത്തം അതിന്റെ പൂർണ്ണതയിൽ അവന്റെ കയ്യിൽ ലഭിക്കുവാൻ വേണ്ടി സമയം അങ്ങോട്ട് ബന്ധപ്പെടുകയാണ്. ആ സമയം ഒരിക്കലും തെറ്റുകയില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സമയം തെറ്റുകയില്ല. അടുത്തിരിക്കുന്നവരോട് പറ, സമയം തെറ്റുകയില്ല. അടുത്തത്, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം. അത് ഒരിക്കലും വൈകത്തില്ല. പക്ഷെ നമുക്കിങ്ങനെ തോന്നും, ഇത് വൈകിപ്പോയോ, ദൈവം പറഞ്ഞ കാര്യം വൈകിപ്പോയോ. കർത്താവ് അന്ന് പറഞ്ഞതാണല്ലോ, എന്നെ സ്വപ്നത്തിൽ കാണിച്ചതാണല്ലോ, എനിക്കൊരു ദർശനം ദൈവം തന്നതാണല്ലോ, ഒരു ദൈവാലോചനയിൽ ഞാനത് കേട്ടതാണല്ലോ, ഒരു ദൈവദാസി എന്നോട് പറഞ്ഞതാണല്ലോ, ഞങ്ങളുടെ ചർച്ചിലെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന സഹോദരി പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അത് വിളിച്ചു പറഞ്ഞതാണല്ലോ, ഏതോ ഒരു ദൈവദാസൻ ടെലിവിഷനിലൂടെ പറഞ്ഞത് എന്റെ മുഖത്ത് നോക്കിയാണല്ലോ, അത് എന്നോടാണല്ലോ എന്നിങ്ങനെ പല രീതിയിൽ ദൈവത്താൽ, ദൈവത്തിന്റെ ശബ്ദം കേട്ടവരാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മൾ അതിനെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൽ സമയം അത് പൂർത്തീകരിക്കാൻ ദൈവത്തിന്റെ കൂടെ ബന്ധപ്പെടുകയാണ്. ദൈവം അത് കാത്തിരിക്കുന്നു, ആ സമയം ഒന്നാകാൻ. സമയവും അതിലേക്ക് വരാൻ ബന്ധപ്പെടുന്നു. ഇതിന്റെ നടുവിലാണ് ഒരു നീതിമാനായിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന, യേശുവിന്റെ രക്തത്താൽ കഴുകൽപ്പെട്ട ഒരു ദൈവ പൈതൽ അതിന്റെ ഇടയിലായിരിക്കുകയാണ്. ദൈവം ആ സമയം കുറിച്ചു വെച്ചിരിക്കുന്നു. അത് നിറവേറ്റാനായിട്ട് സമയം അതിന്റെ അടുത്തോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുന്നു.
ഇതിൻ്റെ ഇടയിൽ മുമ്പ് കേട്ടതുപോലെ നാം ഉറങ്ങിപ്പോകരുത്. നീതിമാൻ എന്തു ചെയ്യണം? 4-ാം വാക്യത്തിൽ, എന്റെ നീതിമാനോ വിശ്വാസത്താൽ. നീതിമാൻ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പിന്മാറുകയില്ല. അത് എനിക്കുള്ളതാണ്. ദൈവം ആ ഡേറ്റ് കുറിച്ചതാണ്. സമയം അതിലേക്ക് ഓടിച്ചെന്നുകൊണ്ടിരിക്കുന്നു. ആ ഡേറ്റ് ഒരിക്കലും മാറിപ്പോകുകയില്ല. അഥവാ താമസിച്ചെന്ന് തോന്നുന്നത് എൻ്റെ ഒരു പോരായ്മയാണ്. ഒരിക്കലും ദൈവം കുറിച്ച ഡേറ്റ് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല. താമസിച്ചെന്ന് തോന്നിയാലും താമസിച്ചാലും അതിനായി കാത്തിരിക്കുക. താമസിച്ചെന്ന് തോന്നുന്നതാണ്. ദൈവം ഒരിക്കലും താമസിക്കാറില്ല. എന്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ബൈബിളിൽ അങ്ങനെ ഒത്തിരി പേരെ നമുക്കറിയാം. അബ്രഹാമിനെ അറിയാം, 25 വർഷം കാത്തിരുന്നു. ജോസഫിനെ നമുക്കറിയാം, സ്വപ്നങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾ കാത്തിരുന്നു. എന്നാൽ അവരെല്ലാം ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്തെടുത്തു. അവരെല്ലാം എന്നും പ്രസംഗിച്ച് നമുക്ക് നല്ല പരിചയമുള്ളവരാണ്. പുതിയ നിയമത്തിൽ നീണ്ട വർഷങ്ങൾ കാത്തിരുന്ന ഒരു സ്ത്രീയുണ്ട്. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 36 മുതൽ വായിക്കുമ്പോൾ 36, 37, 38 വാക്യങ്ങളിൽ ഹന്ന എന്ന ഒരു വൃദ്ധയായ സ്ത്രീയെ നമുക്കിന്ന് പകലിൽ പരിചയപ്പെടാം. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. ഫനുവേലിന്റെ മകളായ ഹന്ന എന്ന ഒരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. യേശു കുഞ്ഞിനെ 8-ാം നാളിൽ പരിച്ഛേദനക്കായി മറിയയും ജോസഫും കൂടി ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ഇതിനു വേണ്ടി കാത്തിരുന്നവൾ അടുത്തു വന്ന് ദൈവത്തെ സ്തുതിച്ചു. നീണ്ട വർഷങ്ങളായി ഒരു സ്ത്രീ ഒറ്റ കാര്യം കാത്തിരിക്കുന്നു. നീണ്ട വർഷങ്ങളായി ദൈവം ഹന്ന എന്ന സ്ത്രീയോട് ഒരു കാര്യം പറഞ്ഞു. ഒരു കാര്യം ദൈവം അവളോട് സംസാരിച്ചു. അവളോടത് കാണുമെന്ന് ദൈവം പറഞ്ഞു. അവൾ അതിനായി കാത്തിരുന്നു. 25 വർഷമല്ല, ജോസഫിനെ പോലെ 15 വർഷമല്ല. എത്ര വർഷം? നീണ്ട 84 വർഷം. ആശേർ ഗോത്രക്കാരി ഫനുവേലിന്റെ മകൾ എടുത്തു പറയുന്നു. എന്താണ് ഇവളെ കുറിച്ച് ഇത്രയും സൂക്ഷ്മമായിട്ട് ലൂക്കോസ് എന്ന വൈദ്യൻ ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയപ്പോൾ എടുത്തു പറയാൻ കാരണം? ലൂക്കോസ് ആവശ്യമില്ലാത്തതൊന്നും എഴുതിയിട്ടില്ല. ലൂക്കോസ് ഒരു ഡോക്ടറാണ്. അത്യാവശ്യമായി ആ കാലത്ത് ഗ്ലൂക്കോസ് ഒക്കെ കൊടുക്കാൻ അദ്ദേഹമേ ഉണ്ടായിരുന്നുള്ളൂ. ലൂക്കോസ് എല്ലാ സൂക്ഷ്മമായി, ഡോക്ടർമാർക്കൊരു കാര്യമുണ്ട്, പരിശോധിക്കുമ്പോൾ എങ്ങനെ പരിശോധിക്കും? സൂക്ഷ്മമായി പരിശോധിക്കും. ചില ഡോക്ടറിന്റെ അടുത്ത് എന്നിട്ട് നമ്മൾ പറയും ഇവിടെ ഒരു വേദനയുണ്ട്, അവിടെ ഒരു വേദനയുണ്ട്. നല്ല ഡോക്ടർ പറയും മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം. സൂക്ഷ്മമായി പരിശോധിക്കാൻ അറിയാത്ത ഡോക്ടർ ചോദിക്കും എന്തൊക്കെയാണ് വിശേഷം, എന്താണ് പറ്റിയത്. നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ഒരു മരുന്ന് കുറിച്ച് തരും. പക്ഷെ ചില ഡോക്ടർമാരുണ്ട്, ഒന്നും മിണ്ടണ്ട, അദ്ദേഹം പരിശോധിച്ച് കണ്ടുപിടിക്കും. ഏത് ഡോക്ടറെയാണ് നമുക്കിഷ്ടം? രണ്ടാമത് പറഞ്ഞ് സൂക്ഷ്മമായി. 1-ാം അധ്യായം ലൂക്കോസ് 1-ന്റെ 3-ാം വാക്യം 4-ാം വാക്യം വായിക്കുമ്പോൾ നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന തെയോഫിലോസിനോട് പറയാണ്, ശ്രീമാനായ തെയോഫിലോസെ, ഒരു ചരിത്രം, യേശുവിനെ കുറിച്ചുള്ള ഒരു ചരിത്രം ഞാൻ ചമക്കുകയാണ്. എന്നിട്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചു. ഡോക്ടറുടെ ജോലി ആദ്യം മുതലെല്ലാം നിങ്ങളെല്ലാവരും ഡോക്ടർമാരാകണം. എന്താണ്? നിങ്ങൾ ഡോക്ടർമാരായിട്ട് ലൂക്കോസിനെ പോലെ ഡോക്ടറായിട്ട് പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്യണം? സുവിശേഷ വേലക്കിറങ്ങണം. അപ്പോൾ ഡോക്ടർ ചെയ്യുന്നത് മനുഷ്യന്റെ ശരീരത്തെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. ഇവിടെ ലൂക്കോസ് ചെയ്യുന്നത് യേശുവിന്റെ ശരീരത്തെ സൂക്ഷ്മമായി
പരിശോധിക്കുന്നു. യേശുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി സൂക്ഷ്മമായ ഒരു പരിശോധനയാണ് ആര് നടത്തുന്നത്? ലൂക്കോസ് നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഡോക്ടറാകണം. നന്നായി സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ആ പരിശോധിച്ച് വന്നപ്പോൾ മർക്കോസ് എഴുതാത്ത, മത്തായി എഴുതാത്ത, യോഹന്നാൻ എഴുതാത്ത ചില കാര്യങ്ങൾ ഇദ്ദേഹം എഴുതി പിടിപ്പിച്ചു. മത്തായി എഴുതിയപ്പോൾ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ, നക്ഷത്രങ്ങൾ കണ്ടുവന്ന വിദ്വാൻമാരെ കുറിച്ച് എഴുതി. ലൂക്കോസ് അത് എഴുതിയില്ല. ലൂക്കോസ് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ആരും എഴുതാത്തതും എഴുതേണ്ടതുമായ കാര്യങ്ങൾ ക്രമമായിട്ട് എഴുതി. മറ്റുള്ളവർ എഴുതുന്നതിനേക്കാൾ നന്നായിട്ട് ആരെഴുതി? അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ വാർത്തയുടെ പൂർണ്ണ നിശ്ചയം നമുക്ക് കിട്ടും. അങ്ങനെ എഴുതിയ കൂട്ടത്തിൽ നക്ഷത്രം കണ്ടുവന്ന വിദ്വാൻമാരെ കുറിച്ച് എഴുതിയില്ല. പക്ഷേ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ദൂത സഞ്ചയത്തെ കുറിച്ച് എഴുതി. സർവജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷത്തെ കുറിച്ച് എഴുതി. മറിയയും എലിസബത്തും തമ്മിൽ മലനാട്ടിൽ കണ്ടുമുട്ടിയതും പിള്ള ഗർഭത്തിൽ തുള്ളിയതും ആരെഴുതി? ലൂക്കോസ് എഴുതി. ലൂക്കോസ് ഇങ്ങനെ എഴുതി വരികയാണ്. സക്കറിയാവിനും എലിസബത്തിനും ജനിച്ച യോഹന്നാൻ എങ്ങനെ ജനിച്ചു, ആലയത്തിൽ എന്ത് സംഭവിച്ചു, ദൂതൻ ആലയത്തിൽ ഇറങ്ങിയത് അദ്ദേഹം എഴുതി. അങ്ങനെ എഴുതി വന്നപ്പോൾ 3 വാക്യങ്ങളിൽ ഒരമ്മച്ചിയുടെ കഥ എഴുതി. ആരുടെ? ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന. ഈ കിളവയെ അന്വേഷിക്കേണ്ട കാര്യം ആർക്കെങ്കിലും ഉണ്ടോ? ഒരു വലിയ ദേവാലയത്തിൽ, കാണാൻ മനോഹരമായ ഒരു ദേവാലയത്തിൽ, ജീവിതം ഒട്ടും മനോഹരമല്ലാത്ത ഒരു വിധവ. ഈ ദേവാലയത്തെ കുറിച്ചാണ് യേശുവിനോട് ശിഷ്യന്മാർ പറഞ്ഞത്. കണ്ടോയോ ഗുരുവേ, എന്തു നല്ല പണിയാണ്, എത്ര മനോഹരമായിരിക്കുന്നു. എന്നാൽ മനോഹരമായ ദേവാലയത്തിന്റെ അകത്ത് 84 വർഷം ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവൾ ഒരു കാര്യത്തിന് വേണ്ടി ജീവിച്ചിരുന്നു. അവൾക്ക് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന നമുക്ക് 100 കണക്കിന് പ്രാർത്ഥനയുണ്ട്. പക്ഷെ അവൾക്ക് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. അവൾക്ക് ഒരു വാഗ്ദത്തമുണ്ട്. അവൾ ആ വാഗ്ദത്തത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. അവൾക്ക് ഒരൊറ്റ സ്വപ്നമേ ഉള്ളൂ, വീണ്ടെടുപ്പുകാരനെ കാണും. ദൈവം അവളോട് പറഞ്ഞു, രക്ഷകനെ കാണും. ദൂതന്മാര് പറഞ്ഞ സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ആ മഹാസന്തോഷത്തെ തൊട്ടരികിൽ വന്ന് കാണും. പ്രവാചകന്മാർ കാണുവാൻ കാത്തിരുന്നു. യെശയ്യാവ് കാത്തിരുന്നു, യിരെമ്യാവ് കാത്തിരുന്നു. മോശ പറഞ്ഞു, എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കും, അവൻ പറയുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. മോശ കാത്തിരുന്നു. ഇവരെല്ലാം പ്രവചിച്ച ശേഷം ഇത് ഞങ്ങളുടെ കാലത്താണോ ഇത് നടക്കുന്നത് എന്ന് കണക്ക് കൂട്ടിയപ്പോൾ മനസ്സിലായി, ഞങ്ങളുടെ കാലത്തല്ല. അത് പത്രോസ്ലീഹ എഴുതുവാനിടയായി. അങ്ങനെ പലരും പ്രവചിച്ച പ്രവചനത്തിന്റെ നിവർത്തി സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. മോശ പറഞ്ഞത്, അബ്രഹാം പറഞ്ഞത്, ബാലാക്കിന്റെ മുമ്പിൽ പ്രവചിച്ച ഒരു കള്ളപ്രവാചകൻ ഉണ്ടല്ലോ, ബിലയാം. അദ്ദേഹം പറഞ്ഞു, യഹൂദയിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. മറ്റൊരു പ്രവാചകൻ പറഞ്ഞു, കൈതൊടാത്ത ഒരു കല്ല് പറഞ്ഞു വന്ന് സകലത്തെയും ധൂളിയാക്കി മാറ്റും. ദാനിയേൽ അത് പ്രവചിച്ചു. ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞ പലരും പറഞ്ഞ ഒറ്റ വിഷയം എന്താണ്? വീണ്ടെടുപ്പുകാരൻ മാനവജാതിയെ മുഴുവൻ പാപത്തിൽ നിന്നും, അവരുടെ ശാപത്തിൽ നിന്നും, അവരുടെ സകല തകർച്ചകളിൽ നിന്നും വീണ്ടെടുക്കുവാൻ ഒരുവൻ മനുഷ്യനായി വരും. അതായിരുന്നു സകല പ്രവാചകന്മാർക്കും ദൈവം കൊടുത്ത ദർശനം. അത് സമാപ്തിയിലേക്ക് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ യെശയ്യാവിനത് കാണാൻ കഴിഞ്ഞില്ല, യിരെമ്യാവിനത് കാണാൻ കഴിഞ്ഞില്ല, മോശയ്ക്ക് അത് കാണാൻ കഴിഞ്ഞില്ല.
അവരെല്ലാം വിശ്വാസത്താൽ മരിച്ചു. എന്നാൽ ഒരു പാവപ്പെട്ട സ്ത്രീയോട് പറഞ്ഞു, മോളെ, നീ അത് കാണും, നീ അത് കാണും. ഇരമ്യാവ് കാണാൻ കൊതിച്ചത്, യെശയ്യാവ് കാണാൻ കൊതിച്ചത്, മോശ എന്ന വലിയ പ്രവാചകൻ കാണാൻ കൊതിച്ചത് നീ നിന്റെ കണ്ണുകൊണ്ട് കേൾക്കും. ആ കുഞ്ഞിന്റെ സ്വരം നീ നിന്റെ ചെവി കൊണ്ട് കേൾക്കും. അവൾ 84 വർഷം അതിനായി കാത്തിരുന്നു. കാത്തിരിക്കുവാനുള്ള ശക്തി അവളുടെ മേലുണ്ടായിരുന്നു. ലൂക്കോസ് സൂക്ഷ്മമായിട്ട് എഴുതിയപ്പോൾ അവളുടെ ചരിത്രം മറന്നുപോയില്ല. അതിനു മുമ്പ് ഒരു ശിമയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ദൈവാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. യേശു കുഞ്ഞിനെ പരിച്ഛേദന ഏൽപ്പിക്കുവാൻ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ അവൻ ആത്മനിയോഗത്തിൽ ആലയത്തിൽ ചെന്നത് നമ്മൾ വായിച്ച അതേ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ കുഞ്ഞിനെ കയ്യിൽ എന്തിയിട്ട് പറഞ്ഞു, നാഥാ, തിരുവചനം പോലെ അടിയനെ വിടണമേ. ഈ രക്ഷയെ കാണുമെന്ന് നീ എന്നോട് പറഞ്ഞല്ലോ, ഈ രക്ഷ കണ്ടിട്ട് മരിക്കുമെന്ന് പറഞ്ഞല്ലോ, ഇനി എന്നെ സമാധാനത്തോടെ വിട്ടാലും. എന്നാൽ ശിമയോന്റെ ഗോത്രം ഏതാണെന്ന് പറയുന്നില്ല. ശിമയോനെ കുറിച്ച് ഇതുപോലെ ആധികാരികമായി ലൂക്കോസ് എടുത്ത് പറഞ്ഞില്ല. എന്നാൽ ഹന്ന എന്ന ഒരു സ്ത്രീ, ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ത്രീ, അവളെ കുറിച്ച് വേദപുസ്തകം എടുത്തു പറയുന്നു. എന്താണ് ആശേർ ഗോത്രത്തിലെ ഫനുവേലിന്റെ മകളെന്ന് എടുത്തെഴുതിയത്? ആശേർ ഗോത്രം എന്ന് പറയുമ്പോൾ യാക്കോബിന്റെ 12 മക്കളിൽ 8ാമത്തവന്റെ പേരാണ് എന്ത്? ആശേർ. ആശാരിയല്ല, എല്ലാവരും ഒന്ന് പറഞ്ഞ ആശേർ. ആശേർ എന്ന് പറഞ്ഞാൽ ലേയ എന്ന യാക്കോബിന് ഇഷ്ടമില്ലാത്ത ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളില്ലാത്തപ്പോൾ ലേയ തന്റെ ദാസിയെ യാക്കോബിന് കൊടുത്തു. അവളുടെ പേരാണ് എന്ത്? സിൽപ്പ. സിൽപ്പയിൽ ജനിച്ച യാക്കോബിന്റെ 8ാമത്തെ മോനാണ് ഏത്? ആശേർ. ആശേർ ജനിച്ചപ്പോൾ ലേയ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ഞാൻ ഭാഗ്യവതിയാണ്. അവൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സമയമാണ്. ആശേർ എന്ന വാക്കിന്റെ അർത്ഥം ഭാഗ്യം, സന്തോഷം എന്നാണ്. എന്താണ് ആശേർ എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? എല്ലാവരും പറ. ഭാഗ്യം, സന്തോഷം. അപ്പോൾ പരിശുദ്ധാത്മാവിടെ എടുത്തെഴുതിയിരിക്കുകയാണ്, ആശേർ ഗോത്രത്തിൽ ജനിച്ചവളാണ് ആര്? ഹന്ന. പക്ഷേ ഭാഗ്യം അവൾക്കുണ്ടോ? സന്തോഷം അവൾക്കുണ്ടോ? മറ്റുള്ളവർ നോക്കുന്ന പോലെ സന്തോഷിക്കാനോ ആനന്ദിക്കാനോ അവൾക്കൊന്നും തന്നെയില്ല. കാരണം അന്നത്തെ കാലത്ത് ഒരു 16ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ, കാരണം നേരത്തെ വിവാഹം കഴിയുന്ന ഒരു കാലം. 7 വർഷം ഭർത്താവിന്റെ കൂടെ ജീവിച്ചു. 16 7 എത്രയായി? 23 ആണോ? ഞാൻ പഠിച്ചപ്പോ അതായിരുന്നു. 23 വർഷം 23ാമത്തെ വയസ്സിൽ വിധവയായി. എത്രാമത്തെ വയസ്സിൽ അവൾ വിധവയായി? 23ാമത്തെ വയസ്സിൽ. എല്ലാവരും വിവാഹം കഴിക്കുന്ന പ്രായത്തിൽ അവൾ വിധവയായി. വിധവ എന്ന് പറയുന്നത് ആ കാലത്ത് സമൂഹത്തിൽ വിലയില്ലാത്തവളാണ്. വേണമെങ്കിൽ അവൾക്കൊരു ഭിക്ഷക്കാരിയാകാമായിരുന്നു, പക്ഷെ അവൾ അതായില്ല. വേണമെങ്കിൽ അവൾക്ക് വിവാഹം കഴിക്കാമായിരുന്നു, അവൾ വിവാഹം കഴിച്ചില്ല. വേണമെങ്കിൽ അവൾക്ക് തെറ്റായി ജീവിക്കാമായിരുന്നു, തെറ്റായി ജീവിച്ചില്ല. വേണമെങ്കിൽ അവൾക്ക് ആത്മഹത്യ ചെയ്യാമായിരുന്നു, ആത്മഹത്യ ചെയ്തില്ല. നീണ്ട 84 വർഷം വിധവയായി ജീവിച്ച് ബൈബിളിൽ റെക്കോർഡ് ഇട്ട സ്ത്രീയാണ് ആര്? 84 വർഷം വിധവയായിട്ട് ജീവിച്ചു. ഞാൻ ചോദിക്കുകയാണ്, ഈ 84 വർഷം എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിഞ്ഞു? ഈ 84 വർഷം എങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിഞ്ഞു? ഈ 84 വർഷം എങ്ങനെ ഒരു വിശുദ്ധയായി ജീവിക്കാൻ കഴിഞ്ഞു? 84 വർഷം എങ്ങനെ ആലയം വിട്ടുപിരിയാതെ ജീവിക്കാൻ കഴിഞ്ഞു? 84 വർഷം എങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കാൻ കഴിഞ്ഞു?
മറുപടി അതിനകത്തുണ്ട്. അവളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. എന്താണ്? അവളെ നയിച്ചത് അവളുടെ ബുദ്ധിയല്ല, അവളുടെ ജഡമല്ല, അവളുടെ ഗോത്രമല്ല, അവളുടെ ബന്ധങ്ങളല്ല, അവളുടെ ഫാമിലിയിലെ ആൾക്കാരുടെ ഉപദേശമല്ല. അവളെ നയിച്ചത് അവളുടെ മേൽ വ്യാപരിച്ച പരിശുദ്ധയാത്മാവാണ്. ഇതിൽ നിന്നൊരു മറുപടി നമുക്ക് കിട്ടുന്നത്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എത്ര വർഷം വേണമെങ്കിലും സഹിഷ്ണുതയോടെ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം ഇരിക്കുവാൻ നമുക്ക് കഴിയും. ഒരു ദർശനത്തെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരും വരെ കാത്തിരിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക്, എനിക്കും നിങ്ങൾക്കും വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. അവൾ അതിനു വേണ്ടി നിന്നു. നിന്ദകൾ ഒത്തിരി ഉണ്ടായി, വേദനകൾ ഒത്തിരി ഉണ്ടായി. പക്ഷെ ഹന്ന എന്ന ആ സ്ത്രീ ഏത് കാലത്ത് അവൾ ജീവിച്ചിരുന്നതെന്നറിയാമോ? മലാക്കി, ബൈബിളിലെ ഉൽപ്പത്തി തൊട്ട് നമ്മൾ കാണുന്ന പഴയ നിയമത്തിന്റെ ഒടുവിലത്തെ പുസ്തകം ഏതാണ്? മലാക്കി. മലാക്കിയോടുകൂടി ദൈവം ആരോട് സംസാരിക്കാതെയായി. പിന്നീട് 400 വർഷം ഒരു മനുഷ്യനോടും ഒരു പ്രവചന ദൂതോ, കണ്ണടച്ചാൽ ഒരു വെളിപ്പാടോ, ഒരു ദർശനവുമില്ല. കണ്ണടച്ചാൽ കാണുന്നുണ്ട് പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നതും ആന ചവിട്ടിക്കൊല്ലാൻ ഓടിച്ചിടുന്നതും. ഈ സ്വപ്നമാണ് 400 വർഷം എല്ലാവരും കാണുന്നത്. നല്ല ഒരു സ്വപ്നമില്ല, പാപത്തിന്റെ സ്വപ്നങ്ങൾ. ഇതിനകത്തിരിക്കുന്നവർ മോശമായ സ്വപ്നങ്ങൾ കാണുന്നവരുണ്ടോ? അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഈ 400 വർഷം ഇരുണ്ട കാലഘട്ടമെന്ന് അറിയപ്പെടുന്നത്. ഒരു ദൈവശബ്ദമില്ല, ഒരു അരുളപ്പാടില്ല. ശമൂവേലിന്റെ കാലത്ത് അങ്ങനെ ഒരു കാര്യമുണ്ടായി. ദർശനമേറെ ഇല്ലായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അരുളപ്പാട് കുറച്ചുണ്ടായിരുന്നു. അതാണ് 1 ശമൂവേൽ 3:1 മുതൽ വായിക്കുമ്പോൾ കാണുന്നത്. എന്നാൽ ഇവിടെ ദർശനമൊട്ടുമില്ലായിരുന്നു. വെളിപ്പാടുകളില്ലാതെ മനുഷ്യൻ എങ്ങനെ പോകണമെന്നറിയാതെ, ദർശനമില്ലാതിടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്ന ഏറ്റവും അധപ്പതിച്ച കാലത്ത് ഒരു സ്ത്രീ, എന്താണ്, ജനം മര്യാദ കെട്ട് നടക്കുന്ന, ദൈവ ശബ്ദം ആർക്കുമില്ലാത്ത കാലത്ത് ഒരു സ്ത്രീ ദൈവത്തിൽ നിന്ന് ദൈവകൃപ പ്രാപിച്ചു. സാധ്യതയുണ്ട്. ആർക്കും ദൈവകൃപയില്ലാത്തപ്പോൾ, ആർക്കും ദർശനമില്ലാത്തപ്പോൾ, ആർക്കും വെളിപ്പാടില്ലാത്തപ്പോൾ, ആർക്കും പ്രാർത്ഥനാ ജീവിതമില്ലാത്തപ്പോൾ, എല്ലാവരും ഇരുട്ടിലൂടെ പോകുമ്പോൾ, അസാധ്യതകൾ മാത്രം എല്ലാവർക്കും ഉള്ളപ്പോൾ, എല്ലാവരും ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ, എല്ലാവരും വ്യഭിചാരത്തിലേക്ക് മാറുമ്പോൾ ഒരുവൾക്ക് സാധ്യതയുണ്ട്. ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾക്ക് സാധ്യതയുണ്ട്. എപ്പോൾ? ഒന്നും ആർക്കും കഴിയാത്ത സമയത്ത്, ആർക്കും സാധ്യതകൾ ഇല്ലാത്ത സമയത്ത്, ഒരു മറുപടിയും കിട്ടില്ലെന്ന് എല്ലാവരും പറയുന്ന സമയത്തും, ഒരിക്കലും ഉത്തരം ഉണ്ടാകത്തില്ലെന്ന് എല്ലാവരും വിധി എഴുതുന്ന നേരത്തും ഒരുവൾക്ക് ഒരു തീരുമാനമുണ്ടായി. ഇല്ല, ഞാൻ അതിനെ പ്രാപിക്കും. ഇരുണ്ട കാലഘട്ടം, അഭിഷേകമില്ലാത്ത കാലം, വെളിച്ചമില്ലാത്ത കാലം, ദൈവ തേജസ് ഇല്ലാത്ത കാലം, പ്രവാചകന്മാരില്ലാത്ത കാലം, വിശുദ്ധ ജീവിതം ആർക്കുമില്ലാത്ത കാലം, ഒരു പുരോഹിതന് പകരം 2 മഹാപുരോഹിതന്മാരുള്ള കാലം, ആലയത്തിൽ കച്ചവടം കൊണ്ട് നിറഞ്ഞ കാലം. ദൈവത്തിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം. പക്ഷെ അതിനകത്ത് ആടുമാടുകളെ കയറ്റിയ കൂട്ടത്തിൽ ഒരു വല്യമ്മച്ചി ആ മൂലക്കിരുന്നു. ആടിന്റെ വില പോലും ആ സ്ത്രീക്കില്ല. അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്രാവിന്റെ വില പോലും ആ സ്ത്രീക്ക് ആരും കൽപ്പിച്ചില്ല. 84 വർഷമായി ഒരു സ്ത്രീ അതിനകത്തിരിക്കുന്നു. 84 വർഷമായി ആലയം മുഴുവൻ പുരോഹിതന്മാർ ബിസിനസ് കൊണ്ട് നിറച്ചു. ദർശനമില്ല, വെളിപ്പാടില്ല. കാശുണ്ടാക്കുന്ന ഒരിടമാക്കി മാറ്റി, ബിസിനസ് കേന്ദ്രമാക്കി മാറ്റി. ആ കാലത്ത് ഒരു സ്ത്രീ ആലയത്തിനകത്ത് തന്റെ ജീവിതം സൂക്ഷിച്ചു. കച്ചവടം ആലയത്തിൽ നടക്കുമ്പോൾ ദൈവവുമായിട്ട് ഹൃദയപരമായി ബന്ധം സ്ഥാപിക്കുവാൻ ആരുമില്ലാത്ത കാലത്ത് ഒരുവൾ രംഗത്ത് വന്നു. ഇന്ന് ഞാൻ ദൈവമക്കളോട് ഹന്നായുടെ ചരിത്രത്തിൽ നിന്ന് പറയുന്ന ഒരു ദൂതുണ്ട്. ആരുമില്ലാത്ത കാലത്ത്,
ആർക്കും കഴിയാത്ത കാലത്ത്, ആരും മുന്നോട്ട് വരാത്ത കാലത്ത് ഞാൻ നിൽക്കുമെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ ആ വ്യക്തിക്ക് വേണ്ടി ഒരു കൃപ പകരുവാൻ ദൈവം വിശ്വസ്തനാണ്. ആരുമില്ലാത്ത കാലം. വേണമെങ്കിൽ ഹന്നയ്ക്ക് ന്യായീകരണം പറയാം. എന്റെ തലയെ കൈവച്ചത് പകരാൻ ഒരു പുരോഹിതനില്ല. എനിക്ക് ഈ ദൈവകൃപയിലേക്ക് എന്നെ നയിക്കുവാൻ മറിയക്ക് വേണമെങ്കിൽ പറയാം, ദൂതൻ ഇറങ്ങി വന്ന മറിയക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് എലിസബത്തിന്റെ അടുക്കലെങ്കിലും പോകാം. വാർദ്ധക്യത്തിലുള്ള എലിസബത്ത് അവൾ ദൈവമായിട്ട് ബന്ധമുള്ളവളാണ്. മറിയക്കും എലിസബത്തിനും ഒരുമിച്ച് കൈകോർക്കാം. പക്ഷേ ഹന്നയുടെ കൂടെ കൈകോർക്കാൻ ആരുമില്ല. കാരണം 84 വർഷമായി വിധവയാണ്. ആർക്ക് വേണം അവളെ? അവളെ ആർക്ക് വേണം? അവൾക്കൊരു കൈ കൊടുക്കാൻ ആരുണ്ട്? പാവം വിധവ. ആരുമില്ല, മക്കളില്ല, ഭർത്താവില്ല, പണമില്ല, വാർദ്ധക്യമാണ്, ആരോഗ്യമില്ല. പക്ഷെ അവൾക്കൊന്നുണ്ടായിരുന്നു. എന്താണ്? പറ. ആമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൾക്കുണ്ടായി. എല്ലാവർക്കുമുള്ള പലതും അവൾക്കില്ലെങ്കിലും അവൾക്കുള്ളത് വേറെ ആർക്കും ഇല്ലായിരുന്നു. കൈകളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. എല്ലാവർക്കും ഉള്ളത് നിനക്കില്ലെങ്കിലും നിനക്കുള്ളത് ഒന്നുണ്ട്. അത് എല്ലാവർക്കും ഇല്ല. നിന്റെ ബന്ധുക്കൾക്കില്ല, നിന്റെ ചാർച്ചക്കാർക്കില്ല. ഹന്നേ, നീ പേടിക്കണ്ട. ആർക്കും ലഭിക്കാത്ത ഒന്ന് ഈ ഇരുണ്ട കാലഘട്ടത്തിൽ നിനക്ക് ലഭിച്ചെങ്കിൽ നീ ആലയം വിട്ടുപിരിയാതെ കാത്തിരുന്നോ, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. പലപ്പോഴും ഹന്ന ഓർത്ത് കാണും, കർത്താവേ, എന്തിന് ജീവിക്കണം? ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? അപ്പോഴെല്ലാം കർത്താവളോട് സംസാരിക്കും, ഹന്നേ, നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ആര് കാണാത്ത ഒന്ന് നീ കാണും, ആര് കേൾക്കാത്ത ഒന്ന് നീ കേൾക്കും. നീണ്ട 84 വർഷം ഒരു കാര്യം കാണാനും ഒരു കാര്യം മാത്രം കേൾക്കാനും അവൾ കാത്തിരുന്നു. ലൂക്കോസ് ചരിത്രം എഴുതിയപ്പോൾ, യേശു ക്രിസ്തുവിന്റെ ചരിത്രം എഴുതിയപ്പോൾ, അതിനകത്ത് ഗോത്രം പോലും എടുത്ത് എഴുതിയത് ആരുടെ ചരിത്രമാണ്? ഹന്നായുടെയാണ്. കാരണം എന്താണ്? ഭാഗ്യമൊട്ടുമില്ലാത്തവൾ, സന്തോഷിക്കാൻ വകയില്ലാത്തവൾ. അവളായിരുന്നു ഏറ്റവും ഭാഗ്യവതിയായത്. ഏറ്റവും ഭാഗ്യവതിയായതും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഹന്നയായിരുന്നു. ഇന്ന് ഹന്ന ഇവിടെ പ്രസംഗിക്കപ്പെടാൻ കാരണം അവൾ കാത്തിരുന്ന നീണ്ട വർഷങ്ങൾ, അവൾക്ക് വേണ്ടിയുള്ള ആ ദർശനം സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയായിരുന്നു. അവൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്നറിയാമോ? അവൾ യേശു കുഞ്ഞിനെ കാണുമ്പോൾ 107 വയസ്സ്. അതായത് എൻ്റെ കണക്കിൽ 16-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു, 23-ാമത്തെ വയസ്സിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു. അതിനുശേഷം 84-ഉം 23-ഉം 107 വയസ്സുള്ള ഒരു സ്ത്രീ. വേദപുസ്തകത്തിൽ വാഗ്ദത്തം 84 വർഷം കാത്തിരുന്ന ഒരു സ്ത്രീ. അവളത് പ്രാപിക്കാനായിട്ടിടയായി. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരു ആലോചന ഇതിൽ നിന്ന് കിട്ടുന്നത്, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നീ നിന്നെ സൂക്ഷിക്കുമെങ്കിൽ, നീ നിന്നെ തന്നെ ഒരുക്കി കാത്തിരിക്കുമെങ്കിൽ നീ ആ മറുപടി പ്രാപിച്ചിരിക്കും. അത് എത്ര വർഷം കഴിഞ്ഞാൽ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഹന്നയുടെ കാഴ്ച മങ്ങി തുടങ്ങി കാണാം. ഒരുപക്ഷെ ഹന്നയുടെ പല്ലുകളെല്ലാം ആടി തുടങ്ങി കാണാം. ഒരുപക്ഷെ അവളുടെ കാൽമുട്ടുകൾ വിറക്കുന്നുണ്ടാകാം. പഴയതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷെ ദൈവം പറഞ്ഞു, ഇല്ല ഹന്നെ, നീ അത് കാണും. ഹന്ന എല്ലാ ദിവസവും ഓർക്കും, ഇല്ല, ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ അന്ന് ദൈവം പറയും, ഇല്ല മോളെ, നീ അത് കാണും. ഹന്നയ്ക്ക് പഴയതുപോലെ ബലമില്ല. അവളുടെ നട്ടെല്ല് കൊണ്ട് ശരിക്കും നിവർന്നു നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാതെയായി. വയസ്സ് 107ആയി. വയസ്സ് 107ആയി. ഒരു മറുപടികളുമില്ല. മാത്രമല്ല, നമ്മൾ ആ വായിച്ച ഭാഗത്തുനിന്ന് നമ്മൾ ഒരു കാര്യം കണ്ടു. വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്ന എല്ലാവരോടും അവൾ എന്ത് പറഞ്ഞു? ഈ സദ്വാർത്ത അറിയിച്ചു. എന്ത്? മശിക ആലയത്തിൽ ഒരു കൈക്കുഞ്ഞായിട്ട് വന്ന വാർത്ത, വീണ്ടെടുപ്പിന്റെ സന്ദേശം, രക്ഷയെ കാത്തിരുന്ന എല്ലാവരോടും അറിയിച്ചു. അതിന്റെ അർത്ഥം അവൾക്ക് ദേവാലയത്തിൽ
വീണ്ടെടുപ്പിനെ കാത്തിരുന്നവരുമായിട്ടൊരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. കച്ചവടക്കാരുമായിട്ടായിരുന്നില്ല അവളുടെ കൂട്ടായ്മ, പരീശന്മാരുമായിട്ടായിരുന്നില്ല അവളുടെ കൂട്ടായ്മ. കച്ചവടക്കാർ, അവിടെ ഒത്തിരി കച്ചവടക്കാരുണ്ട്, അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ഈ ആലയത്തിന്റെ പല മൂലകളിൽ യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന കുറച്ചു പേർ ഈ ആലയത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ പ്രതിനിധിയാണ്, ഒന്നുകൂടി പറഞ്ഞാൽ ആ കൂട്ടത്തിന്റെ പാസ്റ്ററാണ് ആര്? അവിടുത്തെ ഏറ്റവും സീനിയർ ആളാണ് ആര്? ഹന്ന. ഹന്നയായിരുന്നു യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്നവരുടെ കൂട്ടത്തിലെ ആ ഗ്രൂപ്പിന്റെ ലീഡർ. അവൾ അവിടെ ചെന്ന് ഓരോരുത്തരെ ഉറപ്പിക്കുമായിരുന്നു, മക്കളെ ധൈര്യപ്പെട്, ഒരു ദിവസം അത് സംഭവിക്കും. മക്കളെ ധൈര്യപ്പെട്, ഒരു ദിവസം അത് സംഭവിക്കും. കഴിഞ്ഞ നാളുകളിൽ ഇവിടെ വന്ന ദൈവദാസന്മാർ, കഴിഞ്ഞ നാളുകളിൽ ഇവിടെ വന്ന ദൈവത്തിന്റെ അഭിഷിക്തർ എഴുന്നേറ്റ് നിന്നിട്ട് ധൈര്യപ്പെട്, അത് സംഭവിക്കുമെന്ന് വീണ്ടെടുപ്പിനെ കാത്തിരുന്നവരോട് പറഞ്ഞെങ്കിൽ അത് നിവർത്തിയാകാതെ നമ്മൾ ഇവിടെ നിന്ന് വിട്ടു പോകത്തില്ല. ഇന്ന് വരെ കാത്തിരുന്നതൊന്നും നിവർത്തിയാകാതിരുന്നിട്ടില്ല. ഈ കാത്തിരിപ്പ്, ഈ വാഗ്ദത്തങ്ങൾ, ഈ നിവർത്തീകരണങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവൾ നടന്ന് ആ ജനങ്ങളോട് ആ സന്ദേശം അറിയിച്ചു. നമുക്ക് ആ ഭാഗം ഒന്നുകൂടി ഒന്ന് വായിക്കാം. 2:38 വാക്യം. ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു, യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. യേശു കുഞ്ഞുമായി ദേവാലയത്തിൽ ആര് വന്നു? മറിയയും ജോസഫും വന്നു. യേശു കുഞ്ഞ് ദേവാലയത്തിൽ വന്നു, മശിക ദേവാലയത്തിൽ വന്നു. ഒന്നുകൂടി പറഞ്ഞാൽ മറിയക്കോ ജോസഫിനോ അധികം ബോധ്യമില്ല. അവർക്ക് അറിയാം ഇത്. പക്ഷേ അവരുടെ ബുദ്ധിപരമായ ചിന്തകളിൽ ഇടക്കിടക്ക് സ്വന്തം കുഞ്ഞെന്നുള്ള ഒരു ചിന്ത അവർക്കും വന്നു പോകാറുണ്ട്. കാരണം ഒരു മനുഷ്യരായതുകൊണ്ട് ദൈവിക കാര്യങ്ങൾ അധികം നേരം അവരുടെ മനോമുഖരത്തിൽ ഒതുങ്ങാറില്ല. എന്നാൽ ശീമോൻ വന്ന് ഈ കുഞ്ഞിനെ കയ്യിലെന്തി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ പരിച്ഛേദനയെ ഏൽപ്പിക്കുവാൻ ദേവാലയത്തിൽ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഈ കുഞ്ഞിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ആത്മനിയോഗത്തിൽ. ആ വാക്യം ഒന്ന് എടുത്തു വായിച്ചേ. ശിമയോൻ വന്ന ആ ഭാഗം ഒന്ന് എടുത്തു വായിച്ചേ. 27 മുതൽ. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു, യേശു എന്ന പൈതലിനു വേണ്ടി. അതിന്റെ 26 മുതൽ ഒന്ന് നോക്കിക്കേ. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായി. നീ ക്രിസ്തുവിനെ കാണും, നീ കർത്താവിനെ കാണും, നീ രക്ഷയെ കാണും, നീ വീണ്ടെടുപ്പിനെ കാണും. ഇത് കാണാതെ നീ മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായി. ദൈവാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. ദൈവാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. അതാണ് 25 വാക്യത്തിൽ ദൈവാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങൾ ദൈവമക്കൾ മറക്കരുത്. ദൈവാത്മാവ് നമ്മുടെ മേൽ ഉണ്ടായിരിക്കണം, ദൈവാത്മാവിന്റെ അരുളപ്പാടുകൾ കേൾക്കുന്നവരാകണം. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേര് അന്യഭാഷകളിൽ സംസാരിക്കുന്നവരാണ്. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ തന്നെ ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ദൈവ ശബ്ദത്തിന് വേണ്ടി നിങ്ങളെ തന്നെ കാത്തിരിക്കുമെങ്കിൽ വ്യക്തമായി ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടും. ദൈവം സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ മറുപടികളും അതുപോലെ സംഭവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളേക്കാൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വിടുതലുകളുടെ ഒരു പരമ്പര തന്നെ ദൈവസഭ കാണാൻ പോവുകയാണ്. ദൈവത്തിന്റെ അരുളപ്പാടുകളെല്ലാം ഉവ്വ് ഉവ്വ് എന്നാണ്, എല്ലാം സംഭവിക്കുമെന്നാണ്. അതിന് ഒറ്റ കാര്യമേ നമുക്ക് പറയാനുള്ളൂ, ആമേൻ ആമേൻ. ദൈവം പറഞ്ഞതിനെല്ലാം ആമേൻ പറഞ്ഞിട്ട് കാത്തിരുന്നോ, അതുപോലെ സംഭവിക്കും. ശിമയോൻ ദേവാലയത്തിൽ തന്നെ ഹന്നയെ പോലെ തമ്പടിച്ചില്ല. കാരണം അവന് പോകാൻ ഒരിടമുണ്ട്. അവൻ ആ ദേശത്തെ ഒരു സമ്പന്ന കുടുംബത്തിലെ, ആ ഒരു ധനിക കുടുംബത്തിലെ ഒരു വ്യക്തി ആയിരിക്കാം. അവന് പോകാൻ ഒരിടമുണ്ട്. അവൻ ആത്മനിറവിൽ നിയോഗത്തിൽ അന്ന് ആലയത്തിൽ ചെന്ന് കുഞ്ഞിനെ കയ്യിലെടുത്തു. എന്നാൽ ഹന്നയ്ക്ക് പോകാൻ ഇടമില്ല.
ഹന്നയെ കയറ്റി കിടത്താൻ ആ നാട്ടിൽ ഒരു കുടുംബമില്ല. ഒന്നുകൂടി പറഞ്ഞാൽ 84 വർഷം, പല തലമുറകൾ കഴിഞ്ഞു. ഹന്നയുടെ ഒപ്പം ഉണ്ടായിരുന്ന പലരും ദേശത്തില്ല. ഹന്ന ഏത് വീട്ടിൽ പോകാനാണ്? ഈ 84 വയസ്സുള്ള അമ്മച്ചിയുടെ സമപ്രായക്കാർ ഭൂമിയിലില്ല. 54 വയസ്സിലും 44 വയസ്സിലും ഒക്കെയും പലരും തീർന്നുപോയി. ചിലർ ആത്മഹത്യ ചെയ്ത് കാണും. ഇരുണ്ട കാലഘട്ടമാണ്, ദൈവശബ്ദം കുറവുള്ള കാലത്താണ്. പക്ഷെ ഒരു സ്ത്രീയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ബൈബിളിൽ കാണുന്ന ചരിത്രത്തിൽ എല്ലാറ്റിലും ദൈവമക്കൾ നോക്കിക്കോ, ദൈവം ഒരു വ്യക്തിയെ പിടിച്ചു നിർത്താൻ ആ വ്യക്തിയുടെ മേൽ പകരുന്നത് പരിശുദ്ധയാത്മാവാണ്. ഇരുണ്ട കാലഘട്ടത്തിൽ പോലും പരിശുദ്ധയാത്മാവാണ് വ്യക്തികളെ പിടിച്ചു നിർത്തിയത്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ മുൻപിൽ വലിയ അസാധ്യതകളുടെ ഒരു വലിയ കുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിൽ നിങ്ങൾക്ക് ആ കുന്നിനെ തവിട് പൊടിയാക്കാൻ കഴിയും. സെരുബാബേലിന്റെ മുൻപിൽ ഒരു മഹാപർവ്വതമുണ്ടായിരുന്നു. പക്ഷേ സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്ന സെരുബാബേലിന്റെ കയ്യിൽ ഒരു കൊച്ചു തൂക്കുകട്ടയുണ്ടായിരുന്നു. അതാണ് സക്കറിയാവ് 4 നമ്മൾ വായിക്കുന്നത്. അവന്റെ കയ്യിൽ ഒരു ചെറിയ തൂക്കുകട്ടയുണ്ട്. വലിയ പർവ്വതം അവന്റെ മുൻപിലുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. പക്ഷേ അവന്റെ മുൻപിൽ പർവ്വതം തവിട് പൊടിയായി. കൃപ കൃപ എന്ന ആർപ്പോടെ അവൻ അതിനെ തകർത്തു കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ മുൻപിൽ ഉണ്ടായിരുന്ന വലിയ പർവ്വതത്തിലെ കല്ലുകൾ ഇളക്കി അവൻ ആലയം പണിതു. അങ്ങനെ സെരുബാബേൽ അവന്റെ പ്രതിസന്ധികളെ കൊണ്ട് തന്നെ അവന്റെ സ്വപ്നങ്ങളെ പൂർത്തിയാക്കി. പ്രതിസന്ധികളിൽ നിന്ന് കല്ലുകൾ ഇളക്കിയെടുത്ത്, പ്രതിസന്ധികൾ എന്ന് പറയുന്നത് തന്നെ കുറെ കല്ലുകളുടെ ഒരു കൂമ്പാരമാണ്. പ്രതിസന്ധികളാകുന്ന കല്ലുകളാകുന്ന ആ കൂമ്പാരത്തെ ഇളക്കിയെടുത്ത് കൃപ പ്രാപിച്ചവർ അതുകൊണ്ട് തന്നെ ദൈവമേൽപ്പിച്ച പദ്ധതികൾ പൂർത്തിയാക്കാൻ നിന്റെ പ്രതിസന്ധികൾ തന്നെ കാരണമായി തീരും. ഹന്നയുടെ പ്രതിസന്ധികളാണ് അവളെ ജയാളിയാക്കിയത്. ഹന്നയുടെ ശൂന്യതകളാണ് അവളെ അനുഗ്രഹമാക്കി മാറ്റിയത്. ഇന്ന് നമുക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ച അഗ്നി പരിശോധനയിൽ അപൂർവ കാര്യങ്ങളുണ്ടെങ്കിൽ ആ അപൂർവ കാര്യമാണ് നമ്മെ അത്ഭുത സാക്ഷികളാക്കാൻ പോകുന്നത്. എത്ര പേര് അതിന് ആമേൻ പറയും? യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച അപൂർവ പരിശോധനകളാണ് യേശുവിനെ ഒരു രാജാവാക്കി നമ്മുടെ നടുവിൽ ഇന്ന് നിർത്തിയത്. യേശു നമ്മേക്കാൾ ഉപരി കഷ്ടം സഹിച്ചു. അവൻ അപൂർവമായ പരിശോധനകൾ, അവൻ രാജാവായി വന്നിട്ടും സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. ബന്ധുക്കൾ അവനെ കൈക്കൊണ്ടില്ല. അവന്റെ അപ്പം തിന്നവർ അവന് നേരെ കല്ലുകൾ എടുത്തു. അവനിൽ നിന്ന് ആലോചന കേട്ടവർ അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അപൂർവ പരിശോധനകൾ. എന്നാൽ യേശുവിനെ നിലനിർത്തിയത് അവൻ ആത്മാവിന്റെ നിറവിൽ യോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലിലേക്ക് മടങ്ങിച്ചെന്നു. യേശുവിന്റെ ജീവിത വിജയ രഹസ്യം ആത്മാവിന്റെ നിറവും ആത്മാവിന്റെ ശക്തിയുമാണ്. പുതിയ നിയമസഭയെ ദൈവം നിലനിർത്തുന്നത് ആത്മാവിന്റെ നിറവിലാണ്. ഈ കൂടിവരവിൽ കൂടി വരുന്ന ദൈവമക്കളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടുകൊള്ളട്ടെ. ബന്ധങ്ങൾ, സ്വാധീനങ്ങൾ, പണം, ആരോഗ്യം, എന്ത് നഷ്ടപ്പെട്ടുകൊള്ളട്ടെ. പക്ഷെ ഒന്ന് മാത്രം നഷ്ടപ്പെടാതെ അവസാനം വരെയും ഒരു ദൈവ പൈതൽ സൂക്ഷിക്കണം, നിന്റെ മേലുള്ള ദൈവകൃപ. ദാവീദിന് ഈ സത്യം അറിയാമായിരുന്നു. ദാവീദ് പാപം ചെയ്തു. അവൻ വിചാരിച്ചു ആരും അറിയില്ല. നാഥാൻ എന്ന പ്രവാചകൻ അടുത്തു വന്നു. നാഥാൻ വന്നിട്ട് പറഞ്ഞു, ഒരു ചരിത്രം പറഞ്ഞു. ആ ചരിത്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായി ഇത് അവനോടുള്ള ദൂതാണ്. നെടുമ്പാട് ദൈവസന്നിധിയിൽ വീണു. 51-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയപ്പോൾ ദാവീദ് അതിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, ദൈവമേ നിന്റെ പരിശുദ്ധ ആത്മാവിനെ വായിക്കേ. നിന്റെ പരിശുദ്ധ 51-ാം സങ്കീർത്തനം എത്രാം വാക്യമാണ്? 11-ാമത്തെ വാക്യം. ദാവീദ് കരയുകയാണ്. എന്റെ ജീവിതത്തിൽ സിംഹാസനം എടുത്തു കളഞ്ഞു, എന്റെ കിരീടവും ചെങ്കോലും എടുത്തു കളഞ്ഞു, എന്റെ സൈന്യബലം മുഴുവനും എടുത്തു കളഞ്ഞു. എനിക്ക് അങ്ങ് തന്ന ആടുമാടുകളെ എടുത്തോ, എനിക്ക് അങ്ങ് തന്ന കൊട്ടാരവും പദവിയും എടുത്തു കളഞ്ഞു, എനിക്ക് ഇന്ന് വരെ ഉണ്ടായ ഉയർച്ചകൾ മുഴുവനും അങ്ങ് എടുത്തു കളഞ്ഞു. എന്നാൽ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ സാന്നിധ്യം എനിക്ക് പോകരുതേ.
ഒരു ദൈവ പൈതൽ കരയേണ്ട ഒരു വിഷയം. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഒരു സാന്നിധ്യം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളെ കൈകൾ എനിക്ക് കാണണം. അതെ, കൈ താഴ്ത്തിയിട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ ഉപരിയായി ഒരു സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളും ഞാനും പ്രാർത്ഥിക്കണം. 2, അവൻ പ്രാർത്ഥിച്ചു, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ പരിശുദ്ധയാത്മാവിനെ എന്നിൽ നിന്ന്. വിവേകമുള്ളവനായിരുന്നു ദാവീദ്. എന്ത് പ്രാർത്ഥിക്കണമെന്ന് അവൻ അറിയാം. നമ്മളാണെങ്കിൽ ഒരുപക്ഷെ ഓർക്കും, പരിശുദ്ധാത്മാവ്, ഈ ദൈവകൃപ, ഇതെല്ലാം ഇല്ലേലും കുഴപ്പമില്ല. കൊട്ടാരമുണ്ടല്ലോ, ചെങ്കോൽ ഉണ്ടല്ലോ. ശൗലിനെ നോക്ക്, അവനിൽ നിന്ന് പരിശുദ്ധാത്മാവ് പോയി. ഉടനെ ഒരു ദുരാത്മാവ് അവന്റെ മേൽ വന്നു. അതായത് നാം ദൈവാത്മാവിൽ നിന്ന് എപ്പോൾ മാറുമോ ആ നിമിഷം മുതൽ നമ്മിൽ വ്യാപരിക്കുന്നത് ഒരു ദുരാത്മാവായിരിക്കും. ഏതെങ്കിലും ഒരു ആത്മാവിൽ മനുഷ്യൻ അധീനരായിരിക്കും. പൗലോസ് പറഞ്ഞു, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. പൗലോസിന് അറിയാം, എന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനം പരിശുദ്ധാത്മാവിന്റെ ബന്ധനമാണ്. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിച്ചിട്ട് പിന്നീട് അവന് ലഭിച്ച ബന്ധനമാണ് ഏത്? പരിശുദ്ധാത്മാവിന്റെ ബന്ധനം. അത് നമ്മെ വിജയത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ കയറി പിടിച്ചിരിക്കുകയാണ്, ബന്ധിച്ചു കൊണ്ടുപോയി. എങ്ങനെ? വിജയത്തിന്റെ വഴിയിലേക്ക്, ഉയർച്ചയുടെ വഴിയിലേക്ക്, സമൃദ്ധിയുടെ വഴിയിലേക്ക്, മാന്യതയുടെ വഴിയിലേക്ക്, ദർശനത്തിന്റെ വഴിയിലേക്ക്. അവൻ മക്കദോനിയയിലേക്ക് പൗലോസ് പോയത് ആത്മാവിൽ ബന്ധിക്കപ്പെട്ടാണ്. അവൻ ആ ദേശത്ത് ചെന്നു, ഒരു പുഴവക്കത്തിരുന്ന് വചനം പറഞ്ഞു. തുയത്തൈരക്കാരിയായ ഒരു സ്ത്രീ വചനം കേട്ടു, കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ആ രക്താംബരം വിൽക്കുന്ന സ്ത്രീ യേശുവിനെ സ്വീകരിച്ചു. ഫിലിപ്പിയ സഭ പൗലോസ് അവളുടെ വീട്ടിൽ ആരംഭിച്ചു. എന്നാൽ അവൻ നടന്നു പോകുമ്പോൾ ഭൂതം ബാധിച്ച ഒരു സ്ത്രീ ഈ പൗലോസിനെ കുറിച്ച് പറഞ്ഞു, ഇവൻ ദൈവത്തിന്റെ ദാസനാണ്, രക്ഷയുടെ മാർഗം അറിയിക്കുന്നവനാണ്. പൗലോസ് തിരിഞ്ഞ് അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. ഭൂതം വിട്ടുപോയി. എന്നാൽ ലക്ഷണവിദ്യക്കാരായ ഈ സ്ത്രീയിലൂടെ ആദായമുണ്ടാക്കിയ മനുഷ്യർക്ക് പിന്നീട് ഈ സ്ത്രീയെ കൊണ്ട് ആദായമില്ലാതെ പോയി. കാരണം ഭൂതമായിരുന്നു അവളിലൂടെ പ്രവചിച്ചിരുന്നത്. ഭൂതത്തിനും എന്ത് ചെയ്യാൻ കഴിയും? ഭാവിയെ കുറിച്ച് പറയാൻ കഴിയും. പരിശുദ്ധാത്മാവിൽ ഭാവി കേൾക്കാതിരിക്കുമ്പോൾ ഓർത്തേക്കണം, പിശാച് വന്ന് ഭാവി പറയും. ഏതാണ് നിലനിൽക്കുന്ന ഭാവി? പരിശുദ്ധാത്മാവിലുള്ള ഭാവി. ആ സ്ത്രീയുടെ ഭൂതം വിട്ടുപോയി. പൗലോസ് അതികഠിനമായ വേദനയിലൂടെ കടന്നുപോയി. പൗലോസ് ശീലാസും കാരാഗ്രഹത്തിൽ അടിക്കപ്പെട്ടു, നുറുക്കപ്പെട്ടു. അവരുടെ വസ്ത്രങ്ങൾ പറിച്ച് കീറപ്പെട്ടു, ആമത്തിലിട്ട് പൂട്ടപ്പെട്ടു. പക്ഷേ ആത്മാവിൽ ബന്ധിച്ച് പോയിടത്ത് എന്ത് സംഭവിച്ചു? അവർ പാടി സ്തുതിച്ചു. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരുടെ പ്രത്യേകത, എത്ര പ്രതികൂലം വന്നാലും അവർക്ക് നിരാശ വരില്ല. കാരണം അവർ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരാണ്. എത്ര പേര് അതിന് സന്തോഷത്തോടെ ആമേൻ പറയും? ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരുടെ പ്രത്യേകത, എത്ര പ്രതിസന്ധി വന്നാലും അവർ തളർന്നു കിടക്കത്തില്ല, നിരാശയുടെ വാക്കുകൾ പറയില്ല, പരാജയത്തിന്റെ വാക്ക് പറയില്ല. അവരവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരുടെ പ്രത്യേകത, അവർ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമുണ്ടായി. നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സന്തോഷമുള്ളവൻ പാട്ടുപാടട്ടെ എന്ന് യാക്കോബ് പറഞ്ഞതുപോലെ ദുഃഖത്തിൽ പ്രാർത്ഥിക്കുവാൻ ആത്മാവ് നമ്മെ നിർബന്ധിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത, പ്രതിസന്ധികളുടെ നടുവിൽ നിരാശപ്പെട്ട് കിടക്കത്തില്ല. അവൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഹന്നയുടെ പ്രത്യേകത, 84 വർഷമായി നിരന്തരം അവൾ പ്രാർത്ഥനയിലാണ്. 84 വർഷമായി നിരന്തരം അവൾ ഉപവാസത്തിലാണ്. വല്യമ്മച്ചി എന്തിനു വേണ്ടിയാ ഉപവസിക്കുന്നത്? കൊച്ചുമോന്റെ മെഡിസിന്റെ അഡ്മിഷനാണോ? അന്നാമ്മച്ചി പറയും, എനിക്കൊരു കൊച്ചുമോനും ഇല്ല, ഒരു അഡ്മിഷനും ഇല്ല. എന്തിനു വേണ്ടി ഉപവസിക്കുന്നത്? റോഡ് പണി നടക്കാനോ? വീട് പണി നടക്കാനോ? എന്തിനു വേണ്ടി? ഇലക്ഷന് വേണ്ടി. എന്തിനാണ്? അവൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, എന്റെ ദർശനത്തിന് ഒരവധി വെച്ചിട്ടുണ്ട്.
അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുമ്പോൾ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൽ നിന്ന് ഞാൻ അല്പം പോലും പിന്മാറാതിരിപ്പാൻ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന എൻ്റെ കണ്ണിന്റെ മുൻപിൽ വരും വരെയും എൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ മാറത്തില്ല. ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്നോട് ദൈവം അരുളി ചെയ്ത ആ ദൂത് നിവർത്തിയാകുവാൻ നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് ദൈവം തന്നിട്ടുണ്ട്. ഇടക്കാലത്ത് വെച്ച് ചിലർ മടുക്കും, പിന്നെ മടുക്കും. ആരംഭകാലത്തൊക്കെ ഒരു എരിവുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ നടക്കത്തൊന്നുമില്ല. പക്ഷെ അന്നയെ നോക്ക്, 96 വയസ്സ് ഉള്ളപ്പോൾ, 95 വയസ്സുള്ളപ്പോഴും ആ കണ്ണുകളിൽ ഒരു നിരാശ കാണാൻ കഴിയില്ല. ഇവിടെ ഇരിക്കുന്ന എന്നിലും നിങ്ങളിലും നിരാശയുടെ ഭീതി കാണാം. പക്ഷേ ആലയത്തിലെ ആ മൂലയിൽ ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന ആ കൂനയായ അമ്മച്ചിയിലേക്ക് നോക്ക്. 105, 106, 107 വയസ്സിലേക്ക് വരുന്ന അമ്മച്ചിയുടെ കണ്ണുകൾ തിളങ്ങുകയാണ്. എന്താണ്? അവൾക്കറിയാം, എൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്, എൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നമ്മെ ധൈര്യപ്പെടുത്തുന്നത് നമ്മിലുള്ള പരിശുദ്ധയാത്മാവാണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും ശീലാസും ഇപ്പോൾ എവിടെയാണ്? അവർ ആ ആമത്തിലാണ്, ഇരുട്ടിലാണ്, സഹായിക്കാൻ ആരുമില്ല, രക്ഷയുടെ സാധ്യതയില്ല, ഏറ്റവും വലിയ അനർത്ഥത്തിലാണ്. ഇനി പുറത്തു വരാൻ സാധ്യതയില്ല. വർഷങ്ങൾ ജയിലിൽ തടവ് പുള്ളിയായി, ഒടുവിൽ കൊല്ലുവാൻ കൽപ്പിക്കുന്ന ഒരു ശിക്ഷയായി അവരുടെ ജീവിതം തീരാം. പക്ഷെ അന്ന് രാത്രി അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. അവരുടെ മേലുള്ള പരിശുദ്ധാത്മാവ് അവരിൽ കത്തി ജ്വലിക്കാനിടയായി. പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി, ഒരു മുഴക്കമുണ്ടായി, അവിടെ ഒരു കുലുക്കമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുവാനിടയായി. വാതിലുകളെല്ലാം തുറന്നുപോയി, കല്ലുകളെല്ലാം പൊളിഞ്ഞവരുടെ തലയിൽ വീണു എന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെന്താണ്? അവിടെ ഏതെല്ലാം വാതിലുകൾ ഉണ്ടായോ ആ വാതിലുകളെല്ലാം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ഒരു മനുഷ്യൻ ഒരു കേടുണ്ടാകൂല. എരിഹോ കോട്ട ഇടിഞ്ഞപ്പോൾ ഒരു ഇസ്രായേല്യൻ തകർന്നു പോയില്ല. എന്നാൽ എരിഹോ കോട്ട താഴെ പോയപ്പോൾ എരിഹോ കോട്ടയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, ആ ചുവപ്പ് നാട കെട്ടിയ സ്ത്രീ, അവളുടെ കുടുംബത്തിൽ ഒരാൾ പോലും തകർന്നില്ല. കോട്ട തകർന്നു, പക്ഷെ കോട്ടമേൽ പാർത്തവൾ തകർന്നില്ല. പരിശുദ്ധാത്മാവ് ഒരു പ്രവൃത്തി ചെയ്താൽ ഒരു കേടില്ലാതെ കാര്യം ചെയ്യും. പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്താൽ ഒരനർത്ഥമില്ലാതെ കാര്യം ചെയ്യും. നമ്മൾ ഒരു കാര്യം ചെയ്താൽ അതിൽ ഏനക്കേടുകൾ ധാരാളം ഉണ്ടാകും. കാരണം ചെയ്തത് ഞാനാണ്, ചെയ്തത് നിങ്ങളാണ്. എന്നാൽ നമുക്ക് വേണ്ടി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്നവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഒരു കേടില്ലാതെ കാര്യം നടക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹന്നയെ പോലെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാമോ? ഒരിക്കലും തളരേണ്ടി വരില്ല. കാരാഗ്രഹത്തിൽ പൗലോസ് ശീലാസും ഒന്നും ചെയ്തില്ല. അവർ ആകെ ചെയ്തത് പാടി 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 ദൈവത്തെ ആരാധിച്ചു. ഒരുപക്ഷെ പാടിക്കാണും, യേശു ആർക്കും കടക്കാരനല്ല, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലെ ആരാധന ഇല്ല. ഈ പാട്ടിന്റെ വരികൾ ഒന്ന് പ്രാർത്ഥന തടവുകാര് ശ്രദ്ധിച്ചു. ഇത്രയും ആധികാരികമായിട്ട് ഈ തടവിൽ പ്രാർത്ഥിച്ചവരാരുമില്ല. പൗലോസ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശീലാസ് പ്രാർത്ഥിച്ചു. ഈ തടവുകാരത് ശ്രദ്ധിച്ചു. എന്താണ്? പൗലോസ് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഞങ്ങൾ ഇവിടെ അയച്ചതാണ്. ശീലാസ് അതിന് ആമേൻ പറഞ്ഞു. ഈ തടവുള്ളികൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇതുപോലെ ആധികാരികമായി പ്രാർത്ഥിക്കുന്ന രണ്ട് മനുഷ്യർ. അവരുടെ പ്രാർത്ഥന വ്യക്തമാണ്. രണ്ടും ആത്മാവിൽ നിറഞ്ഞവരാണ്. ആത്മാവിൽ നിറഞ്ഞവരുടെ പ്രാർത്ഥനകൾ ആധികാരികതയുള്ളതാണ്. രണ്ടുപേരുടെ പ്രാർത്ഥന തടവുകാര് ശ്രദ്ധിച്ചു. കർത്താവേ, അങ്ങ് ഞങ്ങൾ ഈ മക്കെദോന്യക്ക് വിട്ടതാണ്, അങ്ങ് അയച്ചതാണ്. ഇവിടെ അങ്ങേക്ക് ഉദ്ദേശമുണ്ട്. ഈ തടവ് കൊണ്ട് ഞങ്ങൾ തീരത്തില്ല. ഞങ്ങളെക്കുറിച്ച് അങ്ങയുടെ ആലോചന വലുതാണ്. ഞങ്ങൾ ഇതുകൊണ്ട് തീരാനുള്ളതല്ല. ഞങ്ങളെക്കുറിച്ച് അങ്ങയുടെ പദ്ധതി വലുതാകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തടവുകാർ ഞെട്ടിപ്പോയി. സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് ദൈവമേ ഈ ജീവിതം? തൊടുന്നതെല്ലാം പരാജയം. വന്ന് ഈ ജയിലിനകത്താണോ ഞങ്ങൾ വന്ന് പെട്ടത്? എന്തുകൊണ്ട് ഞങ്ങളോട് ഈ ചതി ചെയ്തു എന്ന് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൽ വ്യത്യസ്തമായി പ്രാർത്ഥിക്കുന്ന രണ്ടുപേർ ആരാണ്? പരിശുദ്ധാത്മാവുള്ളവർ.
പരിശുദ്ധാത്മാവുള്ളവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത, അല്പം പോലും നിരാശ അതിലുണ്ടാകത്തില്ല. അല്പം പോലും നിരാശയുടെ ഒരു ഭീതി അതിനകത്ത് കാണത്തില്ല. പരിശുദ്ധാത്മാവുള്ളവർ എപ്പോഴും അവർ ദൈവത്തിന് പുകഴ്ച കൊടുത്തുകൊണ്ടിരിക്കും. കർത്താവേ, ഞങ്ങൾ ഈ ജയിലിൽ വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്, ഞങ്ങളിവിടെ കിടക്കുന്നതിൽ എന്തോ ഉദ്ദേശമുണ്ട്, ഈ അടി കൊണ്ടത് കുറച്ച് നല്ലതാണ്, എന്തോ അങ്ങയുടെ പദ്ധതിയുണ്ട്. കഴിഞ്ഞ നാളുകളിൽ കടലിലെ ആപത്ത്, കപ്പലിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, കോൽ കൊണ്ട് അനേക അടികൾ കിട്ടിയത് എല്ലാം അങ്ങ് ഞങ്ങൾക്ക് നന്മയാക്കിയിട്ടേ ഉള്ളൂ. ഈ പ്രശ്നത്തിന്റെ നടുവിലും എന്തോ അങ്ങ് ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് ഞങ്ങളെ കാണിച്ചു തരണമേ. എന്തിനാണ് ഞങ്ങൾ ഈ അടി കൊണ്ടത്? എന്തിനാണ് ഞങ്ങൾ ഈ ജയിലിൽ വന്നത്? ഈ ജയിലിൽ എന്താണ് കർത്താവേ അങ്ങ് ചെയ്യാൻ പോകുന്നത്? അങ്ങ് വെളിപ്പെടുത്തണമേ. പ്രാർത്ഥിക്കുന്നവർക്കറിയാം, ഏത് പ്രതികൂലത്തിന്റെ തടവറക്കകത്തും ഒരു കുലുക്കം വരുത്തുവാൻ അഭിഷേകത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നവർക്കറിയാം. ഇന്ന് ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവർ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, ഈ മാസം തീരുന്നതിനുള്ളിൽ ചില വിടുതലുകൾ നീ കാണുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അതിന്റെ സമാപ്തിയിലേക്ക് നീ സൗഖ്യമാകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞ് ഉയർന്ന തലത്തിൽ എത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളെ മാനിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ വിശ്വസിച്ചോ? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണോ, അതിന്റെ സമാപ്തിയിലേക്ക് ദൈവം അതിനെ കൊണ്ട് അത് വരും. നിശ്ചയം താമസിക്കുകയില്ല. എന്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. അത് വരും താമസിച്ചാലും. അഥവാ എനിക്ക് തോന്നും, ഇപ്പോ ഹന്നയ്ക്ക് തോന്നിക്കാണും താമസിച്ചെന്ന്, ശീലാസിനും പൗലോസിനും തോന്നി താമസിച്ചെന്ന്. പക്ഷെ ദൈവത്തിന്റെ ഘടികാരത്തിലെ ഒരു സെക്കൻഡ് പോലും വൈകത്തില്ല. ദൈവം പറഞ്ഞ സമയത്തിലേക്ക് സമയം ഇങ്ങനെ ബന്ധപ്പെടുകയാണ്. അർദ്ധരാത്രി സമയമാണ്. പൗലോസ് ശീലാസ് അവിടെ കിടക്കുകയാണ്. സമയത്തിനറിയാം, ഇപ്പോൾ ഇവരുടെ വിടുതലിന്റെ സമയമായി. ആമേൻ. അപ്പോൾ എന്താണ്? അർദ്ധരാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിടെ കൗണ്ട് ഡൗൺ, ഇവിടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ കൗണ്ട് ഡൗൺ ഇട്ടേക്കാണ്. 12 മണി കഴിഞ്ഞപ്പോൾ, 1 മണി കഴിഞ്ഞപ്പോൾ അവിടെ കൗണ്ട് ഡൗൺ ഇട്ടേക്കാണ്. എന്താണ്? 60, 59, 58 ഇങ്ങനെ താഴോട്ട് എണ്ണി സീറോയിൽ വരുമ്പോൾ ഒരു കുലുക്കമാണ്. പൗലോസ് ഇത് അറിയുന്നില്ല, ശീലാസ് ഇത് അറിയുന്നില്ല. നമ്മൾ ന്യൂ ഇയറിനെ 12 മണിയാകാൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിന് മുൻപ് ഒരു കൗണ്ട് ഡൗൺ ഇടും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. എന്താണ്? പുതിയ വർഷത്തിലേക്ക് ഒരു കുലുക്കത്തോടെ കയറാൻ. പക്ഷേ നമ്മൾ മാത്രമേ കുലുങ്ങിയുള്ളൂ. പക്ഷെ കാരാഗ്രഹത്തിലെ പ്രത്യേകത, പൗലോസും ശീലാസും കുലുങ്ങിയില്ല. പകരം ആര് കുലുങ്ങി? നമ്മുടെ പ്രശ്നം നമ്മൾ കുലുങ്ങുന്നു, കാരാഗ്രഹം ഒരനക്കവുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവുള്ള, വാഗ്ദത്തമുള്ള, ദൈവ വഴിയിൽ നടക്കുന്നവൻ കുലുങ്ങിയില്ലെങ്കിലും അവനിലുള്ള പരിശുദ്ധാത്മാവ് കുലുക്കേണ്ടതിനെ മൊത്തം പിടിച്ചു കുലുക്കും. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വായിച്ചേ ആ വാക്യം 16, അപ്പോസ്തല പ്രവൃത്തി 16:25 മുതൽ വായിക്കുമ്പോൾ, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. അർദ്ധരാത്രി സാധ്യതകളില്ല എന്ന് പറയുന്ന ഒരു സമയം എല്ലാവർക്കും ഉണ്ടാകും. ഇരുണ്ട കാലഘട്ടം അല്ലേ? സാധ്യതകൾ ഒന്നുമില്ലാത്തൊരു സമയം. നടക്കൊന്നുമില്ല, ഇനി എന്താ ചെയ്യാ? നടക്കുമെങ്കിൽ എഴുന്നേറ്റിരിക്കാം, നടക്കാത്ത കാര്യം കിടന്നുറങ്ങാം. എല്ലാവരും ഉറക്കം, തടവുള്ളികൾ ഉറക്കം. പക്ഷെ 2 പേര് ഉറങ്ങിയിട്ടില്ല, ആത്മാവുള്ളവർ ഉറങ്ങിയിട്ടില്ല. എല്ലാവരും മനസ്സുമെടുത്ത് തളർന്ന് സാധ്യതകളില്ല എന്ന് പറഞ്ഞ് ഉറങ്ങുമ്പോൾ ഉറങ്ങാത്ത 2 പേരുണ്ടെങ്കിൽ അത് ആത്മാവുള്ളവരാണ്, അത് ദൈവകൃപയുള്ളവരാണ്, അവർ ദൈവത്തെ വിളിക്കുന്നവരാണ്, അവർ ദൈവത്തെ അറിയുന്നവരാണ്. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. രാത്രികളിൽ അവരിയ്ക്കുകയാണ്. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തടവുകാരുടെ ഉറക്കം പോയി. വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ ഇന്ന് വരെ പ്രാർത്ഥിക്കാത്ത പോലെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. വ്യത്യസ്തമായ ഒരു ആരാധന. അവരുടെ ആരാധന കൈയെടുക്കാൻ മേല, കാലനക്കാൻ മേല, നാവ് മാത്രമേ അനങ്ങത്തുള്ളൂ.
പക്ഷെ ഉള്ള നാവ് കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ അവർ പറഞ്ഞു, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല, മഹത്വത്തിന് യോഗ്യൻ. പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തടവുകാര് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അടുത്ത വാക്യം, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അതാണ് ദൈവത്തിന്റെ സമയം, അതാണ് ബന്ധപ്പെടുന്നു സമയം. അതിന്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു. പൗലോസേ, ശീലാസേ, മക്കെദോനിയയിലേക്ക് ഞാൻ അയച്ച നിങ്ങളെ കാണിച്ച ദർശനമുണ്ടല്ലോ, ആ ദർശനത്തിന്റെ പൂർത്തീകരണം ഇവിടെയാണ്, പുഴവക്കത്തല്ല. അതൊക്കെ അതിന്റെ തുടക്കമാണ്. ഈ പ്രതികൂലത്തിന്റെ ഒത്ത നടുക്ക്, ഈ കാരാഗ്രഹത്തിന്റെ ഒത്ത നടുക്ക്, ഈ തടവറയുടെ ഒത്ത നടുക്ക്, ഈ വേദനയുടെ ഒത്ത നടുക്ക്, ഈ സങ്കടത്തിന്റെ ഒത്ത നടുക്ക്, ഈ ചങ്ങലക്കാരുടെ ഒത്ത നടുക്ക് ആണ് എൻ്റെ പ്രവൃത്തി. അതിൻ്റെ പൂർണ്ണതയിലേക്ക് ബന്ധപ്പെടുന്നു. ഞാനിത് പറയുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞ് എല്ലാ രീതിയിലും ബന്ധിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ ഒരത്ഭുതമായ ഒരു കുലുക്കം പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. വേണ്ടവർ അതിനെ സ്വീകരിച്ചോ. ഇവിടെ ഈ ആരാധനയുടെ നടുവിൽ, ഈ സ്തുതിയുടെ നടുവിൽ, ഈ പ്രാർത്ഥനയുടെ നടുവിൽ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതുവരെ കുലുങ്ങാത്ത, ആർക്കും കുലുക്കാൻ കഴിയാത്ത ചില അടിസ്ഥാനങ്ങളെ, വർഷങ്ങൾ പഴക്കമുള്ള ചില അടിസ്ഥാനങ്ങളെ കുലുക്കി കർത്താവ് ചിലതിന്റെ വാതിൽ തുറക്കാൻ പോവുകയാണ്. പ്രാപിച്ചോ? അടിസ്ഥാനങ്ങളെ കുലുക്കി. ഒരിക്കലും കുലുങ്ങത്തില്ലെന്ന് പറയുന്ന ചില അടിത്തറകളെ കർത്താവ് ഇന്ന് പകൽ കുലുക്കട്ടെ. അഭിഷേകമുള്ള ശീലാസേ, അഭിഷേകമുള്ള പൗലോസേ. ചില കുടുംബങ്ങൾ പറയും, ഇല്ല, ഈ വീട്ടിൽ ഒന്നും നടക്കത്തില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ചിലത് നടക്കാൻ പോവുകയാണ്. ചില തടവുകാർ പറയുകയാണ്, ഓ, ഒന്നും നടക്കത്തില്ല, നിന്റെ ചങ്ങല ഇന്ന് പകലിൽ കയ്യിൽ നിന്ന് അഴിഞ്ഞു വീഴുകയാ, ഇല്ല, വാതിൽ തുറക്കത്തില്ല എന്ന് പറയുന്ന ചിലർ വർഷങ്ങളായി അടഞ്ഞ വാതിലിന്റെ മുൻപിൽ നിൽക്കുന്ന തടവുകാരുടെ മുഴുവനും വാതിലും തുറന്നു. മുഴുവനും വാതിൽ, ഹർഭാലഘടക ജഗസി, മുഴുവനും വാതിൽ, മുഴുവനും ചങ്ങല അഴിഞ്ഞു. ആമേൻ. ഇന്നത്തെ ഈ ആരാധനയിൽ അനേക ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയാണ്, അനേക വാതിലുകൾ തുറന്നു വരികയാണ്. എല്ലാ കൈകളും അടിച്ച് ഇപ്പോൾ ബന്ധിച്ച പൗലോസ് കാരാഗ്രഹ പ്രമാണി വന്നുകൊണ്ട് തിരിച്ച് പൗലോസിനോട് ശീലാസിനോടും എന്ത് വിളിക്കുന്നു? യജമാനനെ. അന്ന് വരെ ആ ജയിലിൽ എല്ലാവരും ഒരുവനെ മാത്രമേ യജമാനൻ എന്ന് വിളിച്ചുള്ളൂ. ആരെ? കാരാഗ്രഹ പ്രമാണിയെ. ഇപ്പൊ കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായി, ഞാനല്ല ഈ കാരാഗ്രഹത്തിന്റെ യജമാനൻ. പിന്നെ ആരാ? രണ്ടുപേര് പുതുതായിട്ട് വന്നിട്ടുണ്ട്. 2 വർഷിപ്പ് ലീഡേഴ്സ്, 2 പ്രാർത്ഥനക്കാർ വന്നിട്ടുണ്ട്. ഇന്ന് വരെ ഈ ഇരുട്ടറയിൽ, ഈ തടവറയിൽ ഇവരെ പോലെ പ്രാർത്ഥിച്ചവരാരുമില്ല. ഇവർക്ക് എന്താ വ്യത്യാസം? മറ്റുള്ളവർക്കുള്ളതിൽ നിന്ന് പ്രാർത്ഥനയിൽ ഇവർക്ക് എന്താ വ്യത്യാസം? ഇവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഇവർ ദൈവാത്മാവുള്ളവരാണ്. ദൈവം നമുക്ക് നമ്മുടെ തടവറകളിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ത്? പരിശുദ്ധയാത്മാവ്. അങ്ങനെ കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും. ആമേൻ. ആ തല്ലി ചതച്ച ഇവൻ തന്നെ ഇവരെ കൊണ്ടുപോയി മുറിവുകളെ കഴുകിക്കെട്ടി ഈ വീട് മുഴുവനും സ്നാനപ്പെട്ട് ആ കർത്താവിൽ വിശ്വസിച്ചതുകൊണ്ട് വീടടക്കം സന്തോഷിച്ചു. ആ വീട്ടിനകത്ത് ആനന്ദമുണ്ടായി. എന്താ സംഭവം? 2 പേർ ഒരു കൊടിയ പ്രതിസന്ധിയിലേക്ക് കയറി വന്നു. നമ്മുടെ പ്രതിസന്ധികൾ പോലും അനേകരെ സ്നാനത്തിലേക്ക് നയിക്കാനാണ്. നമ്മുടെ പ്രതികൂലങ്ങൾ പോലും അനേകരെ വിടുതലിലേക്ക് നയിക്കാനാണ്.
ഹന്നയെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇരുണ്ട കാലഘട്ടത്തിൽ ആരും കൂടെ ഇല്ലാത്തപ്പോൾ, ദർശനങ്ങളും വെളിപ്പാടുകൾ ഇല്ലാത്തപ്പോൾ, ഒരു സ്ത്രീക്ക് ദൈവം 84 വർഷം പിടിച്ചു നിൽക്കാനുള്ള കൃപ കൊടുത്തു. അവളുടെ മേലുള്ള അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ അത് പറഞ്ഞൊന്ന് അവസാനിപ്പിക്കട്ടെ. ഹന്നയെ, എന്താണ് അഭിഷേകത്തിന്റെ പ്രത്യേകത? ഹന്നയുടെ അഭിഷേകം മറുപടി ലഭിക്കും വരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം. അതിന്റെ സമാപ്തിയിലേക്ക് മറുപടി വരും വരെ ഇടക്ക് വെച്ചിട്ടേച്ച് പോകരുത്. അതായത് മടുക്കാത്തൊരു സ്ത്രീ 84 വർഷമായിട്ടും ജീവിതത്തിൽ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1 കൊല്ലം പ്രാർത്ഥിച്ച് മടുത്തു, 2 കൊല്ലമായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ 25 കൊല്ലമായി പ്രാർത്ഥിക്കുന്നു എന്ന് എന്നോട് വേണമെങ്കിൽ പറയാം. ദേവാലയത്തിന്റെ മൂലയ്ക്ക് ആരിരിപ്പുണ്ട്? ഹന്ന അമ്മച്ചി താഴെ ചുരുണ്ടിരിപ്പുണ്ട്. അടുത്തോട്ട് ചെല്ല്, വിവരം അറിയും. എന്താ അമ്മച്ചിയോട് എന്നിട്ട് പറയണം, എത്ര കാലം എന്നാണ് അമ്മച്ചി? 55 കൊല്ലമായി ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അമ്മച്ചി അവിടെ നിന്ന് ചിരിക്കുക, എൻ്റെ കുഞ്ഞെ ഞാൻ 84 വർഷമായി. ആ തിളങ്ങുന്ന കണ്ണ്, സന്തോഷമുള്ള മുഖം, അവളുടെ മുഖം വാടിയില്ല, അവൾ തളർന്നില്ല. 84 വർഷം, അതായത് നീണ്ട കാലം മറുപടി ലഭിക്കും വരെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു അഭിഷേകം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മറുപടി ലഭിക്കും വരെ പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോൾ ഒരു കാര്യം, മറുപടി നിശ്ചയമാണ്. മറുപടിയുടെ സമയം ദൈവം പറയത്തില്ല, അത് അതിന്റെ സമാപ്തിയിലേക്ക് വരും. എത്ര പേര് അതിന് രാമേൻ പറയും? എത്ര പേരോട് ദൈവം സംസാരിക്കുന്നുണ്ട്? നമ്മുടെ മറുപടികൾ നിശ്ചയമാണ്. നമ്മുടെ സഭയോട് പറഞ്ഞ മറുപടികൾ നിശ്ചയമാണ്. വ്യക്തിപരമായി കുടുംബങ്ങളോട് പറഞ്ഞ മറുപടികൾ നിശ്ചയമാണ്. വ്യക്തിപരമായി എന്നോടും നിങ്ങളോട് പേരായി പറഞ്ഞിട്ടുണ്ട്, അത് നിശ്ചയമായി നടക്കും. പക്ഷേ അത് കാണും വരെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം കർത്താവ് ഹന്നയ്ക്ക് തന്നതുപോലെ ഇവിടെ ഇരിക്കുന്ന നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടരുത്. രണ്ടാമത് അവളുടെ അഭിഷേകം എന്ന് പറഞ്ഞാൽ മറുപടി ലഭിക്കും വരെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള അഭിഷേകം. ക്ഷമയോടെ. രണ്ടാമത്തെ കാര്യം, മറുപടി ലഭിക്കും വരെ ഇട്ടേച്ചു പോകത്തില്ല. ഞങ്ങൾ ഇനി സഭയ്ക്ക് വരുന്നില്ല, വാ പ്രാർത്ഥനയ്ക്ക് പോവാം. എല്ലാ ആഴ്ചയും പോകുന്നല്ലേ, ഇന്ന് വരുന്നില്ല, ഇന്നൊരു പരിപാടിയുണ്ട്. ഒക്കെ മടുപ്പിന്റെയാണ്, ക്ഷമ നഷ്ടപ്പെട്ടതാണ്. പിണങ്ങുക ദൈവത്തോട്. പക്ഷേ ഈ സ്ത്രീയെ നോക്ക്, 84 വർഷമായി ഒരു വിധവയാണ്. സന്തോഷിക്കാൻ എന്ത് വകയുണ്ട്? ഒറ്റ വകയേ ഉള്ളൂ, ദൈവം പറഞ്ഞ വാഗ്ദത്തം. ഈ ലോകത്തിൽ ഒന്നിലും സന്തോഷിക്കാനില്ലെങ്കിലും ഭാരപ്പെടണ്ട, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ സന്തോഷിക്കുക. ബൈബിളിലുള്ള ചരിത്ര പുരുഷന്മാരെല്ലാം ദൈവത്തിലാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലുമാണ് ശക്തിപ്പെട്ടത്. കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ വാക്കുകളിലാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ ആലപ്പുഴയിൽ മാനിക്കാമെന്ന്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നെ കേരളത്തിൽ മാനിക്കാമെന്ന്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നെ വിദേശത്ത് അയക്കാമെന്ന്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ ശുശ്രൂഷയിൽ എഴുന്നേൽപ്പിക്കാമെന്ന്. ഇതൊക്കെ അകത്ത് വെച്ചിരിക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, യൗവനക്കാരെ, തളരരുത്. അതുപോലെ സംഭവിക്കും, അതുപോലെ സംഭവിക്കും, അതുപോലെ തന്നെ സംഭവിക്കും. ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സഭയിൽ എന്തിനാണ് വരുന്നത്? ദൂതുകൾ കേൾക്കാൻ, ആലോചനകൾ കേൾക്കാൻ. ആലോചന കേട്ടിട്ട് കളഞ്ഞേച്ചു പോകാനല്ല, ആ ആലോചനകളുടെ നിവൃത്തി വരെയും കർത്താവിനെ കാത്തിരിക്കുവാൻ. ഒരു ദിവസം അത് സംഭവിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞതാണെങ്കിൽ, പരിശുദ്ധാത്മാവ് പറഞ്ഞതാണെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും.